ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കുറുമ കേട്ടോ. ചിക്കൻ സ്റ്റൂ പോലത്തെ കുറുമയാണ്. മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് കേട്ടോ, ഒരു 4-5 വെളുത്തുള്ളി അല്ലി അതും കൂടെ ചതച്ച് വെച്ചിരുന്നിട്ട്. ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ സാധാ കറി ഉണ്ടാക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ ഒരു കുത്തൽ വരും കേട്ടോ. അതുപോലെ ചെറിയൊരു ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി മതി, അത് ചതച്ച് മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് ഒരു വലിയ ഉള്ളി കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, ഒരു ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലാട്ടോ കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ ചിക്കനിൽ കിടന്നിട്ട് വെന്ത് പോട്ടോ. അതുപോലെ ഒരു പൊട്ടാറ്റോ, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ്. വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ പീസ് അതുപോലെ വേറെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. തലേന്ന് അരി അരച്ചിരുന്നു കേട്ടോ, പാലപ്പത്തിനായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത രാവിലെ എന്തായാലും അവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. ഇങ്ങനെ ചിക്കനും വെജിറ്റബിളൊക്കെ വെജിറ്റബിളും അവർ വയറ്റിലാവും. അതുകൊണ്ട് അവർക്ക് 2-3 ദോശയൊക്കെ കഴിച്ചിട്ട് പോകും. ഇല്ലെങ്കിൽ അവർ കണക്കാം. വേറെ എന്തെങ്കിലും പയറോ അങ്ങനത്തെ എന്തെങ്കിലും കറിയാണെങ്കിൽ അവർക്ക് അത്രയായിട്ട് തൃപ്തി പോരാ. ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. 2 വലിയ പട്ടയായിരുന്നു, ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും അല്ലേ. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. ഉള്ളി നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കേട്ടോ, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർ പൗഡർ കേട്ടോ, 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. വേറെ സ്പൈസസ് ഒന്നുമില്ല. പച്ചമുളക് ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ കുറച്ച് കസ്തൂരി മേത്തും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ കസ്തൂരി മേത്തി, ഒരു പിടി കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഇട്ട് കൊടുത്താൽ. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കേട്ടോ. നമുക്ക് പച്ചക്കറി ഒന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഈ ചിക്കൻ ഒന്ന് തിളച്ചതിന് ശേഷം കേട്ടോ പച്ചക്കറി ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ മക്കൾക്ക് ചോറ് വെക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ചോറ് വെക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഓരോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് വെള്ളം തിളപ്പിക്കണം, കുടിക്കാനുള്ള വെള്ളം സ്കൂൾക്ക് കൊണ്ടുപോകാൻ, അവരത് അയൺ ചെയ്യണം, അവരെ കുളിപ്പിക്കണം. എനിക്ക് 2 കുട്ടികൾ കേട്ടോ. ചെറിയ മോനെ LKGയിലാണ് ഇപ്പോൾ ചേർത്തിയിട്ടേ ഉള്ളൂ. മൂത്തവൻ 8ാം ക്ലാസ്സിലായിട്ടോ പഠിക്കുന്നത്. അവന് മദ്രസ പോയിട്ടുണ്ട്. 5:30 അവന് മദ്രസ പോവും. അത് കഴിഞ്ഞ് വന്ന് ഒരു 8 മണിയാവും. പിന്നെ 9 മണിക്ക് ബസ്സും വരും. ഒട്ടും സമയമല്ല കേട്ടോ, രാവിലെ ഒന്നിനും സമയം കിട്ടാറില്ല. ചെറിയവനെ എണീക്കണമെങ്കിൽ തന്നെ വിളിച്ചുണർത്തണം. രാവിലെ 7:45, 8 മണിയൊക്കെ ആവും എണീക്കുമ്പോഴേക്കും. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഓരോ ജോലി എടുക്കും. അവർക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയും ചോറും സ്നാക്സും അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാകും. ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാലെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ലാസ്റ്റ്
അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചില സമയത്ത് നമുക്ക് രാവിലെയൊക്കെ സ്കൂളിലുള്ള സമയത്താണ് ചിലപ്പോൾ സമയം കിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ചേർത്താലും മതി. ചിക്കൻ ഒന്ന് തിളച്ചിട്ട് പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിരുന്നു. പൊട്ടാറ്റോ അതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം അടച്ചു വെച്ച് വേവിക്കുക. ക്യാപ്സിക്കം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, ക്യാപ്സിക്കം പെട്ടെന്ന് വേവുമല്ലോ അല്ലേ. അത് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല. ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കനൊക്കെ വെന്ത് ഒരു 3/4 വേവ് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എല്ലാ പണിയും കൂടെ പെട്ടെന്ന് ആവണ്ടേ. അവർ വരുമ്പോഴേക്കും മോനെ എണീപ്പിക്കണം. മോനെ എണീറ്റിട്ടില്ല. അതുപോലെ നമ്മൾ പാലപ്പം ചുടുമ്പോഴേ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അടച്ചു വെക്കരുത് അല്ലേ. എന്നാലേ അതിൻ്റെ ഹോൾസൊക്കെ വരും. കുറച്ച് വന്നതിന് ശേഷം നമ്മൾ അടച്ചു വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ദോശ ചിലപ്പോൾ ഒരപ്പം ശരിയായി കിട്ടൂല. അതുപോലെ തീ കൂടാനും പറ്റില്ല, തീ കുറയാനും പറ്റില്ല അല്ലേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് അപ്പത്തിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ചിക്കൻ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി കേട്ടോ, ഒരു ചെറിയ 2 തക്കാളി എടുത്താലും കുഴപ്പമില്ല. ചെറിയ 2 തക്കാളി വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടല്ലോ, ഒരു തേങ്ങയുടെ പാലെടുത്തത് ഇതിലേക്ക്, ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് എൻ്റെത് എരിവില്ലായിരുന്നു കേട്ടോ, എൻ്റെ പച്ചമുളക്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തത് കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പെപ്പർ പൗഡർ, ഗരം മസാല അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു വലിയ തേങ്ങേൻ്റെ പാൽ കേട്ടോ ഞാൻ എടുത്തിരുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളക്കണ്ട, എന്നാൽ കുറച്ച് തിള വരും വേണം. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട്, കുറച്ച് കറിവേപ്പിലയും ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ കുറുമ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുറച്ച് സമയമൊന്നും ഒരുപാട് വേണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. തേങ്ങാപ്പാൽ എടുക്കാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി. അതില്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വെന്തിരുന്നു കേട്ടോ. ചോറൊക്കെ ഊറ്റി വെക്കുകയായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ കോവക്ക ഒരു 500 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട്. എന്നാൽ ഉച്ചയ്ക്കുള്ള ഉപ്പേരി ആവും ചെയ്യും. അവർക്ക് കുറച്ച് ഉപ്പേരി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ഉപ്പേരിയും അതുപോലെ വേറെ എന്തെങ്കിലും മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടാറായിട്ട് ചെയ്യാറ്. ഒരു 500 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കി അതൊന്ന് കട്ട് ചെയ്തെടുത്ത്
ഒരുപാട് ഇതൊന്നുമില്ല, തേങ്ങയൊന്നും ഇടാതെ ഒരു ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത്. പെട്ടെന്നാവും വേണ്ടവർക്ക് കൊടുത്തുവിടും വേണം. ചെറിയ ഉള്ളി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ കോവക്ക വേവിച്ചിട്ട് തൂമിക്കാറുണ്ട് ചെയ്യാറ്. ചിലർ കടുക് ഇടാറുണ്ട്, അതുപോലെ തേങ്ങ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. തേങ്ങ ഇട്ടും ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് രാവിലെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടേ. അതുപോലെ എനിക്ക് തേങ്ങ ഇട്ടത് അത്ര വലിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. കോവക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉപ്പേരി വയ്ക്കുന്നതാണ് ഇഷ്ടം. മോനും ഇഷ്ടം, ചെറിയ മോന് നല്ലോണം കഴിക്കും കേട്ടോ, അവന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കോവക്കുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകും അതുപോലെ ചെറിയുള്ളിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മൺചട്ടി എടുത്ത് മൺചട്ടിയിലിട്ട് വെക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകി വെച്ച കോവക്ക ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ചിലവർ വെക്കാറുള്ളത് നേരിട്ട് നമ്മൾ കടുകിട്ട് അതുപോലെ തൂമിച്ചെടുത്തുകൊണ്ട് അങ്ങനെ വേവിച്ചെടുക്കൽ കേട്ടോ. ഞാനിങ്ങനെ വെക്കാറുള്ളത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആദ്യം ഒന്ന് കോവക്ക വേവിച്ചെടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ തൂമിച്ചെടുക്കാറ് ചെയ്യാറ് കേട്ടോ. ഉള്ളിയും അതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളിയും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലൊഴിച്ചു കൊടുക്കാറ് ചെയ്യാറ് കേട്ടോ. തേങ്ങ വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റ് ഞാൻ എന്നിട്ട് വേവിച്ചെടുക്കും കേട്ടോ. ഒരു ചെറു തീയിലിട്ടങ്ങോട്ട് കോവക്ക, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ഒരു കോവക്കയിലൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ആവും. എന്നിട്ട് അത് മാറ്റി വയ്ക്കും കേട്ടോ. ഓരോ തിരക്കാണ്. കോവക്കുപ്പേരിയായി, ചോറായി, രാവിലെ ദോശയും ചുട്ട് അതുപോലെ കുറുമ ഉണ്ടാക്കി കേട്ടോ. പിന്നെ കുട്ടികളെ നേരാക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. മോനെ എണീറ്റ് കിട്ടാൻ തന്നെ ഒരു 10-15 മിനിറ്റ് പിടിക്കും കേട്ടോ. അവൻ എണീറ്റാൽ അവിടെ കിടക്കും. പിന്നെ അവനെ സോപ്പിട്ട് അവനെ പെട്ടെന്നൊന്ന് വിളിച്ചാൽ അവന് വരില്ല, ചെറിയ മോൻ കേട്ടോ. അവനൊക്കെ ഒന്ന് ഇതാക്കി ലെവലാക്കി വരുമ്പോഴേക്ക് 10-15 മിനിറ്റ് കഴിയും. അവൻ്റെ കൂടെയൊക്കെ ഇരിക്കണം, അല്ലാതെ പെട്ടെന്ന് എടുത്ത് പോകുന്ന അവന് ദേഷ്യം വരും, അവന് കരച്ചിലാവും കേട്ടോ.
സ്കൂളിൽ പോകാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. LKG ചേർത്തിയപ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ അവന് കുറേ സെറ്റായിട്ടോ. എനിക്കത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ ഒരു മടി പിടിക്കുന്നുണ്ട് കേട്ടോ പോകുമ്പോഴൊക്കെ, എന്നാലും കരച്ചിൽ മാറി. അതെന്നെ വലിയൊരു സമാധാനം കേട്ടോ. എന്തായാലും അവന് പോകുമ്പോൾ ഇങ്ങനെ കരയാതെ പോകുമ്പോൾ ഞാനൊരു മാസം അവൻ്റെ 2 ആഴ്ച ഒരു 10-15 ദിവസം ഞാൻ അവനെ കൊണ്ടുവിടായിരുന്നു. എന്നാലും കൊണ്ടുവിടുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവർ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് കേട്ടോ, ഞാൻ മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കൽ. മഴയൊക്കെ പെയ്തിട്ട് ആകെ പുല്ലൊക്കെ വന്ന് കിടക്കുകയാണ്. കുറേയൊക്കെ ഈ മുറ്റം കുറേയൊക്കെ ശരിയാക്കും. പിന്നെ ഒരുപാട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വരില്ലേ. എൻ്റെ വീട് കല്ലാമൂല കേട്ടോ. കാളികാവിൻ്റെയും ചോക്കാടിൻ്റെയൊക്കെ നടുവിലായിട്ട് കല്ലാമൂല എന്ന് പറയും. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ താമസിക്കാനൊക്കെ നല്ല രസമാണ്. അതുപോലെ പുഴ കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ പുഴയാണ്. നല്ലൊരു അതുപോലെ രാത്രിയൊക്കെ ഇരിക്കാൻ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. നമ്മൾ പുഴയുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഇതാട്ടോ, നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തത്. അതുപോലെ വീട്ടിലകത്തും ഉണ്ടാവും കേട്ടോ പണികൾ. അടുക്കളയിലൊക്കെ ഉണ്ടാവും ഒരുപാട് പാത്രങ്ങളും അവർ കഴിച്ചതും അതുപോലെ കുറേ ഉണ്ടാവും എടുത്തു വെക്കാനൊക്കെ. അതൊക്കെ അവർ പോയി കഴിഞ്ഞിട്ട് എല്ലാം ക്ലീനാക്കി വെക്കാറായിട്ടുള്ളത്. എന്നാലും രാവിലെ എണീക്കുമ്പോഴേ, നമ്മൾ എണീറ്റ് വരുമ്പോഴേ നമ്മൾ ബെഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി ആവില്ലല്ലേ. എന്നാലും ഞാൻ പെട്ടെന്നൊക്കെ ഒന്ന് വിരിച്ചിടും കേട്ടോ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വരികയാണെങ്കിലൊക്കെ നമ്മൾ കിടന്നത് ഇങ്ങനെ കാണുമ്പോഴേ, അപ്പോൾ എനിക്ക് അതൊക്കെ പെട്ടെന്ന് ഞാൻ ശരിയാക്കി വെക്കും. പിന്നെ അടിച്ചു വാരി തുടക്കുക, മറ്റ് ജോലികൾ, പുറത്തത്തെ പണികൾ, പിന്നെ പാത്രം കഴുകൽ, അതുപോലെ അലക്കൽ എല്ലാം അവർ പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് സമയം കിട്ടുമല്ലോ. പിന്നെ അവർക്ക് വേണ്ട അവർ വരുമ്പോഴേക്കും